ആലപ്പുഴയിൽ പ്രതീക്ഷ കൈവിടാതെ LDF-ഉം UDF-ഉം. നിലവിൽ 9 സീറ്റുകളിൽ 8 LDF ആണ്. 4-ലധികം സീറ്റുകളിൽ ജയമുറപ്പെന്നാണ് UDF-ന്റെ അവകാശവാദം. മുന്നേറ്റമുണ്ടാക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് NDA. സജോ ദേവസിയുടെ വിശദാംശങ്ങൾ നൽകാൻ. സജോ, UDF-നെ സംബന്ധിച്ചിടത്തോളം തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഒരു ആത്മവിശ്വാസം കൂടിയുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ആലപ്പുഴയിലെ കണക്കുകൂട്ടൽ LDF-നും UDF-നും? ശ്രുതി, UDF-ന്റെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ UDF വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ 100+ എന്ന ക്യാമ്പയിനാണ്. 85 സീറ്റുകളിൽ ജയം ഉറപ്പിക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസമൊക്കെ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ആ ഘട്ടത്തിലും അവരെ ആശങ്കപ്പെടുത്തുന്ന ഒരു ജില്ലയാണ് ആലപ്പുഴ. ആലപ്പുഴയുടെ ചരിത്രം എന്നത് അതൊരു ഇടതുകോട്ടയാണ്. ഇടതു മുന്നണിയെ സംബന്ധിച്ച് വലിയ സ്വാധീനമുള്ള ജില്ലയാണ്. നിലവിൽ 9 സീറ്റുകളിൽ 8-1 എന്നതാണ് കക്ഷി നില എന്നത് മാത്രം പരിശോധിച്ചാൽ ഈ ആശങ്കയുടെ അടിസ്ഥാനം മനസ്സിലാകും. പക്ഷേ UDF ക്യാമ്പ് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, അവിടെ ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാനായി 4-ലധികം സീറ്റുകൾ ഇപ്പോൾ തന്നെ ഉറപ്പാണ്. 4ഇടത്ത് വലിയ മുന്നേറ്റം ഉണ്ടാക്കി. 5ാമതൊരു മണ്ഡലത്തിൽ കൂടി മെച്ചപ്പെട്ട പ്രകടനം പുറത്തെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ പരിശോധിക്കുമ്പോൾ ഒരിടത്ത് ചെങ്ങന്നൂരിലാണെങ്കിൽ NDAക്ക് പ്രതീക്ഷയുണ്ട്. NDAക്ക് മികച്ച പ്രകടനം തന്നെ അവിടെ പുറത്തെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് അവിടുത്തെ ഒരു സാഹചര്യം. അതുകൊണ്ട് വലിയ മാറ്റം ഉണ്ടാകും. 4-ലധികം സീറ്റുകൾ ഉറപ്പായും ജയിക്കും. 5-ൽ കൂടുതൽ സീറ്റുകളിലേക്ക് ജയിക്കാനുള്ള കർമ്മപദ്ധതിയുണ്ട്. അതിനനുസൃതമായ സ്ഥാനാർത്ഥി നിർണയവും അടിസ്ഥാന പ്രവർത്തനങ്ങളും മുന്നോട്ട് പോകുന്നു എന്നാണ് UDF പറയുന്ന കാര്യം. അതേസമയം LDF പറയുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ചതിന് വിപരീതമായ ഒരു തിരിച്ചടി ഉണ്ടായെങ്കിലും മറ്റു പലയിടങ്ങളും പരിശോധിക്കുമ്പോൾ കുറേയൊക്കെ പിടിച്ചു നിൽക്കാൻ ഈ ജില്ലയിൽ കഴിഞ്ഞിട്ടുണ്ട് എന്ന അവകാശവാദമാണ് LDF പറയുന്നത്. നിയമസഭയിലേക്ക് എത്തുമ്പോൾ തങ്ങളുടെ പഴയ നിലയിലേക്ക് തന്നെ ആധിപത്യം ഉറപ്പിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം അവിടെ രൂപപ്പെടും. അങ്ങനെ ഒരു അടിസ്ഥാനം അവിടെ ഉണ്ട് എന്താണ് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. അരൂരിൻ്റെ കാര്യം എടുത്താലും ചേർത്തലയുടെ കാര്യം എടുത്താലും ഒക്കെ നിലനിന്നു. അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു LDF-ന്. നിയമസഭയിലേക്ക് എത്തുമ്പോൾ കാര്യങ്ങൾ കുറെ കൂടി സുരക്ഷിതമായി മാറും എന്ന അഭിപ്രായമുണ്ട്. ഹരിപ്പാട് ഒഴികെ രമേശ് ചെന്നിത്തലയുടെ സീറ്റ് മാറ്റി നിർത്തിയാൽ മറ്റെല്ലായിടങ്ങളിലും നല്ല മത്സരം നടക്കുമെന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് ഈ ആകെ സീറ്റ് ടാലിയിൽ പ്രധാനമാകാൻ പോകുന്നത് ഇത്തരം അടുത്ത മത്സരങ്ങൾ നടക്കുന്ന ജില്ല തന്നെയാകും എന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് ആലപ്പുഴ അടക്കമുള്ള ജില്ല ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു നിർണായക കേന്ദ്രമായി മാറും എന്ന കാര്യം ഉറപ്പാണ്. മറ്റു പലയിടങ്ങളിലും ഏകപക്ഷീയമായോ അല്ലാതെയോ ഒക്കെയുള്ള പ്രതീക്ഷ ഓരോ മണ്ഡലത്തിന്റെയും കാര്യം വെച്ചു പുലർത്തുമ്പോൾ കടുത്ത മത്സരം നടക്കാൻ പോകുന്നു എന്ന പ്രതീതിയുണ്ട്. കുട്ടനാടിന്റെ കാര്യത്തിലാണെങ്കിൽ LDF-ലും UDF-ലും ഘടകകക്ഷികൾ മത്സരിക്കുന്ന, അതായത് പ്രധാന പാർട്ടിയല്ലാതെ ഘടകകക്ഷികൾ മത്സരിക്കുന്ന സ്ഥലമാണ്. UDF-ന് അവിടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു. പക്ഷേ ഘടകകക്ഷികൾ മത്സരിക്കുമ്പോൾ അതിന്റെ ചിത്രം കുറെ കൂടി വ്യത്യസ്തമാകും. അങ്ങനെ വരുമ്പോൾ ആര് ജയിച്ചു കയറും എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ഇത് ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ്. കായംകുളത്തിന്റെ കാര്യത്തിലാണെങ്കിൽ LDF-നും UDF-നും BJP-ക്കും ഒക്കെ പ്രകടനം പുറത്തെടുക്കാൻ കഴിഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ വോട്ട് ഷെയറിൽ കാര്യമായ മാറ്റം NDA കൊണ്ടുവരുന്നത് കണ്ടു. ഇത്തരത്തിലൊരു ആശങ്ക അങ്ങനെ മുന്നണികളെ സംബന്ധിച്ച് LDF-ഉം UDF-ഉം ഒക്കെ ഒരേപോലെ പ്രതീക്ഷ വയ്ക്കുന്നു. NDAയെ സംബന്ധിച്ച് പ്രകടനം മെച്ചപ്പെടുത്താൻ കഴിയും എന്ന തികഞ്ഞ ആത്മവിശ്വാസത്തോടെ അവർ സമീപിക്കുന്നു. ഇങ്ങനെ ഒരു സ്വഭാവം, അതായത് ആർക്കും പിടികൊടുക്കാത്തൊരു സ്വഭാവം ആലപ്പുഴ പുലർത്തുന്നു എന്താണ് ഇതിൽ എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. അത് തന്നെയാണ് മുന്നണികളെ കുഴയ്ക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് LDF-ഉം UDF-ഉം ഒക്കെ ഒരേപോലെ തന്നെ കേന്ദ്രീകരിച്ച് പ്രവർത്തനം. UDF-നെ സംബന്ധിച്ച് ആലപ്പുഴയിൽ നിന്ന് കൂടുതൽ സീറ്റുകൾ ഉറപ്പായും നേടണം. അങ്ങനെ നേടിയാൽ മാത്രമാണ് അവർ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന അവരുടെ പ്രതീക്ഷയ്ക്ക് ആനുപാതികമായ ഒരു പ്രകടനം ആ ജില്ലയിൽ പുറത്തെടുക്കാൻ കഴിയുകയുള്ളൂ. പ്രധാനപ്പെട്ട നേതാക്കളെ, മികച്ച സ്ഥാനാർത്ഥികളെ തന്നെ അവതരിപ്പിക്കണം. അമ്പലപ്പുഴയിലും ആലപ്പുഴ സീറ്റ്, അമ്പലപ്പുഴ എന്ന് തുടങ്ങി കായംകുളം എന്നിവയൊക്കെ LDF-നെ സംബന്ധിച്ച് ഒരു പരമ്പരാഗത ശക്തി കേന്ദ്രമാണ്. പക്ഷേ അതിനെ അട്ടിമറിക്കും വിധമുള്ള പ്രകടനത്തിലേക്ക് മാവേലിക്കരയുടെ കാര്യത്തിലും സമാനമായി LDF-ന് പ്രതീക്ഷ ഇപ്പോഴുമുണ്ട്. ചെങ്ങന്നൂരിന്റെ കാര്യത്തിൽ അവിടെ സജി ചെറിയാൻ തന്നെ വീണ്ടും വരികയാണെങ്കിൽ അവിടെ NDAയുടെ A ക്ലാസ് മണ്ഡലമാണ്. അപ്പോൾ UDF-ന് എന്തായിരിക്കും അവിടെ പ്രതീക്ഷ എന്നടക്കമുള്ള ചോദ്യങ്ങളുണ്ട്. ഇങ്ങനെ സമ്പൂർണ്ണമായ ഒരു ആശങ്കയും അനിശ്ചിതാവസ്ഥയും മുന്നണികൾ നേരിടുന്ന പ്രധാനപ്പെട്ട ഒരു ജില്ലയാണ്. 9 സീറ്റുകളെ ഉള്ളൂ എങ്കിൽ കൂടിയും അവിടുത്തെ ജയപരാജയങ്ങൾ കൂടി സംസ്ഥാന ഭരണ നിർണയത്തിന് നിർണായകമാകാൻ പോകുന്ന ഒന്നാണ്. ഇപ്പോൾ എറണാകുളത്ത് UDF വലിയ ആധിപത്യം അവകാശപ്പെടുന്നു, മലപ്പുറത്ത് അവകാശപ്പെടുന്നു. സമാന ചിത്രമല്ല ആലപ്പുഴയുടെ കാര്യത്തിൽ. എന്താണ് ഇതിൽ സവിശേഷമായ കാര്യം? LDF-ന് കണ്ണൂരിൽ ആധിപത്യമുണ്ട്. അങ്ങനെ പരിശോധിക്കുമ്പോൾ ആലപ്പുഴയിൽ എന്ത് സംഭവിക്കും എന്നത് മുന്നണികൾക്ക് അതിനിർണായകമാകാൻ പോകുന്നത് ആ പ്രവചനാതീത സ്വഭാവം തന്നെയാണ്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു മുന്നേറ്റം UDF ഉണ്ടാക്കി. അതേസമയം പരമ്പരാഗതമായി LDF-നെ സംബന്ധിച്ച് വലിയ ആധിപത്യം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിലുണ്ട് എന്നത് നിസ്തർക്കവുമാണ്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് കൂടുതൽ കരുത്തരെ, ആവശ്യമെങ്കിൽ മുൻപ് മത്സരിച്ച സ്ഥാനാർത്ഥികളെ, മുതിർന്ന നേതാക്കളെ, അങ്ങനെ ജനകീയരായ സ്ഥാനാർത്ഥികളെ ഒക്കെ അവതരിപ്പിക്കാൻ LDF-ഉം ശ്രമിക്കുന്നു. UDF-ഉം സമാനമായ രീതിയിൽ ഏറ്റവും മികച്ച കാൻഡിഡേറ്റ്സിനെ തന്നെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇങ്ങനെ പരിശോധിക്കുമ്പോൾ ആലപ്പുഴ ഈ തെരഞ്ഞെടുപ്പിലെ ഒരു പ്രധാനപ്പെട്ട ശ്രദ്ധാകേന്ദ്രമാകും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. സജോ ദേവസിയാണ് വിശദാംശങ്ങൾ നൽകിയത്.